ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് സ്ത്രീകളിൽ പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുക അഥവാ ആൻഡ്രോജൻസിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് സാധാരണയായിട്ടും പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം കണ്ടുവരുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം എടുത്തു പറയേണ്ടത് ക്രമം തെറ്റിയ ആർത്തവമാണ്. അതായത് ഒന്നുകിൽ ആർത്തവം കുറേ കാലം നീണ്ടു നിൽക്കുക, ഒരു തവണ വന്നു കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം നീണ്ടു നിൽക്കുക, അമിതമായ രക്തസ്രാവം, ഇത് കണക്കിൽ കൂടുതലുള്ളൊരു രക്തസ്രാവം, അല്ലെന്നുണ്ടെങ്കിൽ ആർത്തവം വരാതിരിക്കുക 3, 4, 5 മാസത്തേക്ക്, ചിലരിൽ അത് 1 വർഷം പോലും മെൻസസ് കാണാതിരിക്കുന്ന ഒരു അവസ്ഥ ഇത്തരത്തിൽ വരിക. പിന്നെ മുഖത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സിംറ്റം പറയുകയാണെങ്കിൽ ഫേഷ്യൽ ഹെയർ, അതായത് പുരുഷന്മാരുടേതിന് സമാനമായ രോമ വളർച്ച താടിയിലും അതുപോലെ ചുണ്ടിന് മുകളിലും കാണാൻ പറ്റുക, വലിയ വലിയ കുരുക്കൾ പോലെ മുഖത്ത് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള സിംറ്റംസ് കാണും. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അമിതവണ്ണം. പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഒവേറിയൻ സിൻഡ്രോം ഉള്ളവർക്ക് ക്രമം തെറ്റിയ ആർത്തവം പോലെ തന്നെ അകാരണമായിട്ട് വണ്ണം കൂടി വരിക. പക്ഷേ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടല്ല, അല്ലാതെ തന്നെ കൂടി വരുന്നൊരു സിംറ്റവും കണ്ടുവരാറുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് പ്രത്യേകിച്ച് ഇതൊരു കാരണം കണ്ടുപിടിച്ചിട്ടില്ല, പലതരത്തിൽ ആകാം എന്ന് പറയുന്നുള്ളൂ. ഇപ്പോൾ ജനിതകമായ കാരണങ്ങൾ, അതായത് ഫാമിലിയിൽ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ കുടുംബത്തിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത ഓഫ്സ്പ്രിങ്സ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതചര്യയിൽ വന്ന മാറ്റം, ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നുള്ള ജോലി ചെയ്യുക, അമിതമായിട്ട് അടിവയറ്റിൽ കൊഴുപ്പടിഞ്ഞു കൂടുക, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതലും ഇതിൻ്റെ ഒരു കാരണമായിട്ട് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഡയഗ്നോസിസ്, ഇത് എങ്ങനെ ഇതിനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹോർമോൺസിൻ്റെ ടെസ്റ്റ്, അതായത് ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹോർമോൺ ലെവൽ എടുക്കുമ്പോൾ ആൻഡ്രോജൻസിൻ്റെ ലെവലിൽ വരുന്ന മാറ്റമാണ് ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരിലും ഇത്തരത്തിൽ ഹോർമോൺ ലെവലിൽ മാറ്റം വരണം എന്നില്ല. പിന്നെ നമ്മൾ അൾട്രാസൗണ്ട് എടുത്ത് നോക്കുന്ന സമയത്ത് അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ ഓവറിയിൽ ചെറിയ ചെറിയ കുരുക്കൾ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലും അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞാലും പോളിസിസ്റ്റിക് ഓവറി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഹോമിയോപ്പതിയിൽ ഇതിന് ഓരോ രോഗിക്കും അല്ലെങ്കിൽ ഓരോ അവസ്ഥയ്ക്കനുസരിച്ചാണ്. ഇപ്പോൾ പ്രൊലോങ്ഡ് പീരിയഡ്സ് ആണെങ്കിൽ അതിനനുസരിച്ച്, അതല്ല വണ്ണം കുറയ്ക്കേണ്ടതാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അത്തരത്തിൽ ഓരോരുത്തരുടെയും രോഗലക്ഷണം അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന് ചോദിച്ചാൽ വെയിറ്റ് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുക, ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിനെ ഒരു പരിധിവരെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും.